അച്ചോട്ടാ ആരാടാ? കോളാ, നല്ല ബെസ്റ്റ് കോളാ. അച്ചോട്ടാ നമസ്കാരം. എവിടെന്നാ? അച്ചോട്ടാ ബിച്ചുവാ. ഏത് പിച്ച? അലുവിയാജി ചാവക്കാട്ടെ ഡ്രൈവർ ബിച്ചു. ഞാൻ ഇപ്പൊ മൂപ്പര കൂടിയാ. നീ അലവിയാജിയെ വാഷ് ചെയ്ത് കിടത്തി പുതിയ കേസ് പിടിച്ചോ? ഇതാരാടാ? ഉണ്ണി അവറാൻക. കൂടെയുള്ളത് മോന ഉണ്ണി മോയി. മൂപ്പര് ചെറിയൊരു കുടുക്കപ്പെട്ടിരിക്കും. നിങ്ങൾ വിചാരിച്ചാലേ കഴിച്ചിലാക്കാൻ പറ്റും. ഗുണമുണ്ടാവോ? ഉണ്ടാവും. നിങ്ങളൊന്ന് കാണാൻ വന്നതാ. കണ്ടില്ലേ? ഞമ്മക്കൊന്ന് ഇരുന്ന് സംസാരിക്കണം. നിങ്ങളെ വിളിച്ചോണ്ടാവാൻ വന്നതാ. വരാൻ എനിക്ക് സമയവും സൗകര്യം ഉണ്ടോന്ന് ആദ്യം ചോദിക്കണം. ഫീൽഡ് പൊളിറ്റിക്സ് ആണെങ്കിലും 24 മണിക്കൂർ സൗജന്യ സേവനത്തിന് തയ്യാർ എന്ന് പുറത്ത് ബോർഡ് എഴുതി വെച്ചിട്ടില്ല. ഉണ്ടോ? ഉപ്പ, നിങ്ങൾ വിവരക്കേട് പറയല്ലേ. സാറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണം. ഒരു പേഴ്സണൽ മീറ്റിംഗ് ആണ്. കൂടെ വരാൻ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്ക് എവിടെയും ചെന്നിരുന്ന് ഡിസ്കസ് ചെയ്ത് ഒരു എക്സ്ക്ലൂസീവായ. അങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കുക. ഞമ്മള് ബേജാറോണ്ട് പറഞ്ഞ നിങ്ങളെ ക്ഷമിച്ചാളെ. സാറ് വണ്ടിയിലേക്ക് കയറി. 1 minute. കണ്ടോടി, ആണുങ്ങളെ കാണാൻ യോഗ്യന്മാര് വരുന്ന കണ്ടോ? വരും. അതാണ് തെച്ചിക്കാട്ട ചോദ്യംകുട്ടിയുടെ സ്റ്റാറ്റസ്. വണ്ടി എടുക്കണോ? ഹലോ, ആർബി സാറുണ്ടോ? ആരാ? ഇത് മിസ്റ്റർ അച്യുതൻകുട്ടിയാണ്. ഫിലിപ്പാണോ? നമസ്കാരം. തെച്ചിക്കാടാണേ. അതെ, നമ്മുടെ പാർട്ടീസ് ഇവിടെ ഉണ്ട്. ഫണ്ട് റെഡിയാവാൻ ഒരു ചെറിയ ഡിലേ. സാർ ഹൈദരാബാദ്, ബാംഗ്ലൂർ വന്നിട്ട് ദുബായ്. ഓഹോ, ഞാൻ നേരിട്ട് വരാം. യെസ്, ഫണ്ട് റെഡിയാവും. നോ ചേഞ്ച്. ഓക്കെ. ആർബി ഹൈദരാബാദില. നായിഡു വിളിച്ചാൽ എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ എത്തും. അവര് ഭയങ്കര ക്ലോസ് അല്ലേ? ആർബി നായരാണോ SM കൃഷ്ണയാണോ കർണാടക ഭരിക്കുന്നത്? ടോപ്പ് ലെവലിൽ ബാംഗ്ലൂരിലെ ടോക്ക് അതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത്രയ്ക്ക് സമുദായ സ്നേഹിയായ ഒരു മനുഷ്യൻ പ്രതിയാണോ വാദിയാണോ എന്ന് നോട്ടമില്ല. ആള് നായരാണെങ്കിൽ സ്പെഷ്യൽ പ്രിഫറൻസാ. 10 ലക്ഷം തികച്ചെന്നെ കൊടുക്കണം അല്ലേ അച്ചു സാറേ? ചാമരാജനഗറിലും ഹുസൂറിലും 4 ഗ്രാനൈറ്റ് ക്വാറിയാണ് പകരം ഉണ്ണിയവറാനെ കയ്യിലേക്ക് വരുന്നത്. വാപ്പയ്ക്കും മോനും പിന്നെ ഈ പിച്ചയ്ക്കും കൂടി ഇനിയുള്ള കാലം മുഴുവൻ കല്ല് പൊട്ടിച്ചും കയറ്റി വെച്ചും കളിക്കാം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വഴിയേ മുന്നിലുള്ളൂ. ആ വഴി തുറക്കാനാ ഈ 10 ലക്ഷം. വെണ്ടർ ശിവൻപിള്ളയുടെ മോൻ കൃഷ്ണകുമാറാണ് തൽക്കാലം സഹായിക്കാൻ നിക്കനോട് ഏറ്റിരിക്കുന്നത്. ആളെ അറിയില്ലേ? ഏത് പിള്ളേരുടെ മോനായാലും വേണ്ടില്ല. ആർബി നേർ അടുത്തവണ നാട്ടിൽ വരുമ്പോ നമ്മൾ പോകുന്നു, ക്യാഷ് മുന്നിൽ വെച്ച് കാര്യം നേടിയെടുക്കുന്നു. മുങ്ങിച്ചാവണോന്റെ മുമ്പിൽ കിട്ടണ കച്ചിത്തുരുമ്പാ ഇത്. പടച്ചോനെ, ഇതില് ഈ എന്നെ കര കയറ്റി തരണേ. ഇതില് രക്ഷപ്പെട്ടോളെന്ന് പറഞ്ഞിട്ട് ആ കൃഷ്ണകുമാർ പണം തരുന്നത്. ഇന്റെ മുഴുവൻ കഥ ആ കുട്ടിക്ക് അറിയാം. കാര്യമെല്ലാം നടന്നു കഴിഞ്ഞാ പിന്നെ ഈ കുട്ടിയെ മറക്കാതിരുന്നാ മതി. അത് ചേടാ, അങ്ങനെ കാണാൻ ഒക്കുകയല്ല. ഗുരുവായൂർ തൊഴാമെന്ന വരവാ. ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് സേലത്ത് പോകുന്നതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പാ. ഈ തള്ളും തിരക്കം കണ്ടിട്ടേ എന്നെ പറയാത്ത തെറിയില്ല. അങ്ങനെ ഒരു മനുഷ്യനില്ലേ ഫിലിപ്പേ? തെച്ചിക്കാടാ. വാ നിങ്ങളൊന്നും ഇങ്ങോട്ട് മാറിയുന്നേ പ്ലീസ്. കൊണ്ടുവന്നിട്ടുണ്ടോ? റെഡി. വാ, എല്ലാരും കൂടെ വേണ്ട, അച്ഛൻകുട്ടി മാത്രം വാ. ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ ഇവിടെ സാറേ. പടച്ചോനെ നല്ലോം വിചാരിച്ചിട്ട് വേണം അത് കൊടുക്കാൻ. ഞാൻ ഇന്നെ തന്നെ പണയം വെച്ചിട്ട് വാങ്ങിയ കാശാ. എടോ, ഈ പെട്ടിയിൽ ആർബി സാറ് തൊടുമ്പോ തന്റെ ജാതകം മാറിയെന്ന് കുട്ടിക്കോ? ഫിലിപ്പേ, അച്യുതൻകുട്ടി നായരുടെ ഫയൽ എന്റെ പേഴ്സണൽ ബാഗിൽ തന്നെ വെക്കണം. ബാംഗ്ലൂരിൽ ചെന്ന മറ്റു പ്രോഗ്രാംസ് ഒക്കെ മാറ്റിവെക്കുക. പ്രയർ ഇമ്പോർട്ടൻസ് ഈ പ്രശ്നത്തിനാവണം. ആൻഡ് വിത്തിൻ അവേഴ്സ് എനിക്ക് റിസൾട്ടും കിട്ടിയിരിക്കണം സർ. തിരക്കാണ് അച്യുതൻ നായരെ. ബാംഗ്ലൂർക്ക് വരണം. സ്വസ്ഥമായി കുറച്ച് സമയം നമുക്ക് അവിടെ കിട്ടും. അങ്ങനെ കൈപിടിച്ചേപ്പിക്കാൻ പറ്റില്ല. ഇത് കാള കച്ചവടമല്ല. ഏത് കൂട്ടരാണ്, എവിടത്തെയാണ് എന്നൊക്കെ അറിയണം. പയ്യന്റെ സ്വഭാവ വിശേഷം അതൊക്കെ മനസ്സിലാക്കണം. കുട്ടി തെച്ചിക്കാട്ടയാ. അതൊക്കെ തന്നെയല്ലേ ഇത്ര നേരം വാസുവേട്ടനും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ MBBS ഡോക്ടർമാർ ലക്ഷങ്ങളും കാറും ചോദിക്കുന്ന കാലത്താ. MBBSന്റെ വലുപ്പമൊന്നും പറയണ്ട, ഒരുത്തിയെ ഞാനും പഠിപ്പിക്കുന്നുണ്ട്. ഈ ഡിമാൻഡ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞല്ലോ, അപ്പൊ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും കുറവ് കാണും. മഞ്ചേശ്വരം സ്റ്റേഷനിലേക്ക് ഞാനൊരു മെസ്സേജ് കൊടുക്കാം. അവിടെ നിന്ന് ആരെങ്കിലും പോയി തിരക്കട്ടെ. എന്റെ ധർമ്മേട്ട, പോലീസുകാരെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ? അവർക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട്.
അതിനിപ്പോ പോലീസുകാരുടെ സഹായം ഒന്നും ആവശ്യമില്ല. ഒരുത്തന്റെ വേറെ റൂട്ട്സ് അറിയാൻ അതിപ്പോ മഞ്ചേശ്വരത്തായാലും പാറശാലയിലായാലും അച്യുതം കുട്ടിക്കുന്ന ആളുകളുണ്ട്. കേട്ടിടത്തോളം നല്ല ബന്ധമാ. നീ ഒന്ന് സമ്മതം പറഞ്ഞ അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. അപ്പോ അവരോട് വരാൻ പറയാല്ലേ? അച്ഛൻകുട്ടിയെ വന്ന് കയറണ ശ്രീയെ. ആ വന്നു കയറുന്ന ശ്രീയാണോ ചേട്ടയാണോന്ന് അറിയാൻ വരട്ടെ. ഹോ എന്നെ മൂടാടിക്കാവില്ല. കുട്ടിക്കൊരു ആലോചന വന്നാൽ ഒരു നാട്ടോടൊപ്പില്ലേ എന്നെ ഒന്ന് വിളിപ്പിക്കുക എന്നുള്ളത്? ഇപ്പൊ എത്ര ക്ഷീണകാല തെച്ചിക്കാട്ടുകാർക്കുള്ളൂ എന്ന് അറിഞ്ഞിട്ടും ഒരു ഡോക്ടർ എങ്ങനെ വന്നു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അന്വേഷണത്തിൽ അറിഞ്ഞിട്ടുണ്ടാവൂ എന്റെ പെങ്ങളുടെ കുട്ടിയാന്ന്. പിന്നെ തീരെ ചാൻസ് ഇല്ലല്ലോ. അച്യുതം കുട്ടി ഒരു അരസമ്മതം മൂടി നിൽക്കുക. ഇപ്പൊ നിങ്ങൾ അവിടെ പോയി കുളം കലക്കണ്ട. ഇവിടം വരെ എത്തിയല്ലോ, ഭാഗ്യം. നിനക്ക് കമ്മീഷൻ കിട്ടോ ഡോക്ടറുടെ? അത് വേണ്ടേ, നിന്റെ ഇന്ന് വാങ്ങും. കിട്ടും എന്റെ കയ്യിന്ന്. അതെ, കാപ്പി എടുക്കാറായോ? ഇത് ശാരദടുത്തേ, എനിക്ക് വയ്യാട്ടോ ഈ ഒരുങ്ങിക്കെട്ടലും കാപ്പി കൊടുക്കലും. ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഇതൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ ചിലരുണ്ട് ഇവിടെ. ആ ഒന്ന് ചോദിക്കാൻ മറന്നു. ആ എവിടെ? ആരെ? പഴനിമല പാൽക്കാവടി. നിക്ക്, വരണു. ആലോചനകൾ പലതും വന്നതാ. തെച്ചിക്കാട്ടുകാരുമായൊരു ബന്ധം മോഹമുണ്ട് പലർക്കും. പക്ഷേ നമ്മുടെ സ്ഥിതിക്കും നിലയ്ക്കും ചേരണ്ടേ? ഇപ്പൊ ഇത്തിരി ക്ഷീണത്തിലാണെങ്കിലും ഇത് തന്നെ ഇപ്പൊ ഞാൻ യെസ് പറഞ്ഞത്. പയ്യനും പെണ്ണും ഒരേ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആയതുകൊണ്ടാ. ഹെൽത്ത് എന്ന് പറയുമ്പോ മിനിസ്റ്ററിന്റെ സ്വന്തം ആളാ. അതുകൊണ്ടൊക്കെ തന്നെയാ ഈ ജോലിക്കാ വിടുന്നത്. കുട്ടികൾ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്നത് നല്ലതല്ല. പിന്നെ ഒരുത്തേ ഞാൻ മെഡിസിൻ അയച്ചു. ഈ ഫീൽഡ് എന്ന് പറയുന്ന ഒരു സർവീസ് ആണല്ലോ. അപ്പൊ സ്വദേശം അങ്ങ് വടക്കാണല്ലേ? നിങ്ങളും ഡോക്ടറാണെന്നല്ലേ പറഞ്ഞത്? അലോപ്പതി തന്നെയാണോ? ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും പേരുള്ള ആളായിരുന്നു. അത് റിസൈൻ ചെയ്തു. ഇപ്പൊ നാട്ടിൽ തന്നെ ചെറിയൊരു ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതേതായാലും നന്നായി. അയ്യോ അത് വേണ്ടായിരുന്നു. നാട്ടിലൊക്കെ പണിയെടുത്തിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ? പണമല്ല, മനസ്സിന്റെ തൃപ്തി, അതാ വലുത്. ആ കാര്യത്തിൽ തെച്ചിക്കാട്ട് അച്യുതം കുട്ടി നിങ്ങൾ ഒരേ സ്റ്റാൻഡില്ല. പണത്തിന്റെ വലിപ്പം പറഞ്ഞ് ചിലര് പടിയേറി വന്നിട്ടുണ്ട് പെണ്ണും ചോദിച്ച്. അവരെ അച്യുതം കുട്ടിയുടെ തനി നിറം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇത്തിരി ക്ഷീണത്തിലാണെങ്കിലും എന്താടി കാപ്പി എടുക്കട്ടെ? ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിറങ്ങിയതല്ലേ. അയ്യോ അതല്ല, ഭദ്രേ കാപ്പിയും കൂടെ തയ്ക്കട്ടെ എന്ന്. അയച്ചോ. ആ പിന്നെ എനിക്ക് മധുരം കുറച്ചെടുത്താ മതി. എന്റെ കൃഷ്ണ, യശോദരാമേ, ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. നമ്മുടെ ഭദ്രക്കുട്ടിക്കൊരു ജീവിതം കിട്ടണതാ. തല്ലിക്കെടുത്താൻ പാടില്ല നമ്മളായിട്ട്. അയ്യോ ഇതെന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കണേ? അയ്യോ ഇതെന്തിനാ? ഇതെനിക്ക് തന്നേക്കൂ. ഇതിൽ തൊട്ട് കളിക്കണ്ട, കുട്ടി വിടൂ. വിടാൻ. എന്റെ ദൈവങ്ങളെ കാത്തോളണേ. ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങി എന്ന് പറയുന്നതിനേക്കാൾ പൊളിറ്റിക്സ് എന്നെ ഇറക്കി എന്ന് പറയുന്നതാവും ശരി. എന്ന് വെച്ചാൽ എന്തിനും ഏതിനും നാട്ടുകാർ ഓടി വരേണ്ട പൂമുഖ തെച്ചിക്കാട്ടെ. അത് അച്ഛന്റെ കാലം തൊട്ടേ അങ്ങനെയാ. പിന്നീട് അത് തെച്ചിക്കാട്ട് അച്യുതം കുട്ടി ഇല്ലാണ്ട് നാട്ടിലൊന്നും നടക്കില്ല എന്നായി. അറിയാമല്ലോ, ഒരു സർവീസ്. അയ്യോ ആരോടും എന്തോ പറയാനാ. ചെറിയമേ എന്തായി കാട്ടണേ? അകത്തേക്ക് പോവാ, അകത്തേക്ക് പോവാ. ചെറിയമേ പറഞ്ഞാട്ടില്ലേ അകത്തേക്ക് പോകാൻ? വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. എന്താ ഇവിടെ ആരുമില്ലേ? ആർബി ഇന്ന് ഇവിടെ കാണാന്ന് പറഞ്ഞിരുന്നു. കാര്യമൊന്നും അറിഞ്ഞില്ലേ? അയാൾ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഹവാല കംപ്ലീറ്റ് സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുക. എന്റെ ദൈവമേ, അളിയൻ ഇനി പുറലോകം കാണാൻ കുറച്ചു കാലം എടുക്കും. കോടികളുടെ വെട്ടിപ്പല്ലേ നടത്തിയിരിക്കുന്നേ. അല്ല നിങ്ങളാരാ? തെച്ചിക്കാട് അച്യുതമേനോൻ. അല്ല, അച്യുതൻ നായർ പിള്ള. എന്നെ ഇന്ന് കണ്ടിട്ടേ ഇല്ല. വിട്ടോ. അമ്മേ 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 ഭദ്രേ അമ്മേ. എന്താടാ? എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയണം. മനസ്സിലായി? എന്താ വല്ല കുഴപ്പമുണ്ടായോ? ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട, പറഞ്ഞനുസരിച്ചാ മതി. പോലീസ് അങ്ങനെ ഉണ്ടോ? പോലീസ് എവിടെ ഞാനത് ഒളിക്കുക? ഒളിക്കാനാണെങ്കിൽ തട്ടുംപുറത്ത് കിടക്കുന്ന പത്തായത്തിൽ കയറിക്കോ. നീ അടിക്കാൻ ഓടിച്ചപ്പോ ഞാൻ ഒളിച്ച സ്ഥലമാ, നല്ല സ്ഥല. എന്നെ ഉൾക്കൊള്ളൂ. പിന്നെ വലിയ പത്തായല്ലേ, നീ ഇങ്ങോട്ട് കേറി വാടാ. ഡൽഹിക്ക് പോയി എന്ന് പറഞ്ഞാ മതി. വരാൻ 1 മാസം കഴിയുമെന്ന്. എന്ത് പുക്കാറാണാവോ?
ആരെങ്കിലും തട്ടിച്ച് കാശടിച്ചിട്ടുണ്ടാവും. അച്യുതൻകുട്ടി ആർക്കാടാ കണ്ടത്? ആർക്കാടാ കണ്ടത്? ഇവിടെ ഉണ്ടെങ്കിൽ കാണുന്നേ പറഞ്ഞോളൂ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിനകത്തേക്ക് എന്റെ അനുവാദം ഇല്ലാണ്ട കയറിയ കാര്യം ഞാൻ വിട്ടു. അച്യുതൻകുട്ടിയെ കാണുന്ന വെച്ചാലേ ആരെങ്കിലും രണ്ടാൾക്കാരെ തട്ടുമ്പുറത്തേക്കല്ലേ. അവനെ ആ പത്തായത്തിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിലും യശോദര നുണ പറയാറില്ല. കൊണ്ടുപോ. വളരെ ഉപകാരം സ്വാമി. സ്വാമി നിന്റെ അമ്മ കൊണ്ടുപോടാ പട്ടി. ഇവര് കൊന്നിട്ടില്ല, ഞാൻ തിരിച്ചു വരുന്നുള്ളു. സാർ ഫോൺ ആരാ? കൊച്ചുണ്ണി സാർ. ആ അളിയാ വണക്കം. ആ കിതക്കുന്നോ? അതൊരു സ്റ്റാഫിനെ പിരിച്ചുവിട്ടതാ. ശാരീരിക നടപടിയായിരുന്നു. ആ ചെസ്റ്റിന് കാല്. അളിയാ ദുബായിന്ന് നീ നിന്റെ ബോഡി എപ്പോ കൊണ്ടുവന്നു? സാർ മേത്ത. ആരുടെ മേത്ത്? അല്ല സാർ ബോംബെന്ന് മേത്ത. ബോംബെന്ന് മേത്തയോ? അളിയാ എന്നില്ലേ? ഇംഗ്ലീഷ് പറഞ്ഞ മേത്തല്ലേ? സാർ സംസാരിക്കേ. സാർ സംസാരിക്കുന്നു. അമൃത ഡിസ്ട്രിക്റ്റിലെ മേത്തയാണ് സംസാരിക്കുക. അതെന്നെ സാർ സംസാരിക്കും. വല്ല ഇമ്പോർട്ടന്റ് മാറ്റർ ആയിരിക്കും സംസാരിക്കേ. സാർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ സംസാരിക്കാൻ പാടില്ലേ? അതല്ലേ സാറിന് വെച്ചിട്ട്. എന്നാ ഹിന്ദി സംസാരിക്കും. അയ്യോ ഞാൻ ഹിന്ദി ഫോണിൽ കൂടെ സംസാരിക്കില്ല. അതെന്താ? എനിക്കറിയില്ല. വാട്ട് നോൺസെൻസ് ദിസ് ഈസ്. സംസാരിക്കേ. ഹലോ മേത്ത, ഗുഡ് മോർണിംഗ്. ടെൽ മീ ഹലോ മേത്ത, കൃഷ്ണകുമാർ ഹിയർ. ആ അളിയാ ഞാൻ തിരിച്ചു വിളിക്കാടാ. രാവിലത്തെ ലക്ഷണം കണ്ടിട്ട് ഇന്നിത്തിരി പണി കൂടുന്ന തോന്നണേ. ആ പണിക്കാരെത്തി. ഇങ്ങോട്ട് വാടും. അയ്യോ തെച്ചിക്കാട്ട അച്ചൻകുട്ടി സാറല്ലേ? അതെ. അപ്പൊന്നെ അറിയാല്ലേ? അയ്യോ പിന്നെ എന്നെ അറിയുമെന്നതിൽ അത്ഭുതമില്ല. അറിയണമല്ലോ. പൊളിറ്റിക്കൽ ഫീൽഡിന്റെ ഒരു അഡ്രസ്. സി കൃഷ്ണകുമാർ, ബിസിനസ് ഫീൽഡ് ആവുമ്പോ ഈ പണത്തിന്റെ ഡീലിങ്സ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ. ഇവരുടെ ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന സംഖ്യ അതൊരു തുകയാണോ? അതൊരു തുകയാണ്. ആ അളിയ ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം.